ശ്രീ പി വി അൻവർ, ഇപ്പോൾ താങ്കൾക്ക് പിന്തുണ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ കെ സുധാകരൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞ ഒരു പ്രതികരണം അത് താങ്കൾ തിരുത്തി, അതിൽ ഖേദപ്രകടനം നടത്തി. ഇന്നിപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല രണ്ടാമത്തെ ദിവസമാണ് താങ്കൾക്ക് പിന്തുണയുമായി പ്രതികരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ വാതിൽ പതുക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഈ നെക്സസ് എന്ന വാചകത്തിൽ ആവർത്തിച്ച് നിന്നു കഴിഞ്ഞാൽ ആ വാതിൽ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ആ വാതിലടയെന്ന അടയട്ടെ. ഞാനൊരു വാതിലും തുറക്കും എന്ന് കരുതി ഇതിന് ഇറങ്ങിയതല്ല. ഒരു വാതിലും പോയി ഞാൻ മുട്ടുന്ന പ്രശ്നമില്ല. ഒരാളുടെയും ഊര കണ്ട് ഞാൻ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനിവിടുത്തെ ജനങ്ങളെ കണ്ടിട്ടും സാധാരണ സഖാക്കളെ കണ്ടിട്ടും ഇറങ്ങിയ വിഷയമാണ്. ആ നെക്സസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നെക്സസിൽ ഒരുവിധം നേതാക്കന്മാരൊക്കെ പങ്കാളിയാണ്. അവർ ഈ നെക്സസ് ആയതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നീതി കിട്ടേണ്ടത്. ജനങ്ങൾക്കല്ല, പാർട്ടി പ്രവർത്തകർക്ക്. അതെല്ലാ പാർട്ടിയിലുണ്ട്. കോൺഗ്രസിലുണ്ട്, ലീഗിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അപ്പം അവർക്ക് നീതി കിട്ടാതെ പോകുന്ന, നീതി കിട്ടേണ്ട നാട്ടിലെ പൊതുവിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള, പ്രത്യേകിച്ചും ചില വ്യക്തികൾ നടത്തിയിട്ടുള്ള പല കേസുകളും അത് സത്യമാണെന്ന് മനസ്സിലാക്കി ആ വ്യക്തികൾക്കെതിരെ സഖാക്കൾ നടത്തിയ പോരാട്ടം, അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകർ നടത്തിയ പോരാട്ടം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോരാട്ടം അവസാനം എത്തുമ്പോൾ ഈ പറയുന്ന ആർക്കെതിരെയാണോ പോരാട്ടം നടത്തിയത് ആ പാർട്ടിയുടെ നേതാവും ആ പോരാട്ടം നടത്തിയ വ്യക്തിയും തമ്മിൽ മറ്റൊരു ഇടപാടുണ്ടാകുന്നു. ഈ വിഷയം അവസാനിക്കുന്നു. ഇതിൽ ഇടപെട്ട ഏത് പാർട്ടി പ്രവർത്തകരാണെങ്കിലും അവർ അന്തം വിട്ട് നിൽക്കുന്നു. അവർക്ക് ആ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ ആകുന്നു. അവർ സമൂഹത്തിന് മുമ്പിൽ വഷളാകുന്നു. ഇതാണ് ഈ നെക്സസിൻ്റെ ഭാഗം. അതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, അരുൺ പറഞ്ഞു, നമുക്ക് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് ചർച്ച ചെയ്യാം. എനിക്കതിന് താല്പര്യമില്ലെന്നേ. നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഞാനെന്താ ഈ കാലാകാലം ഈ ആരോപണത്തിന് പിന്നിൽ നടക്കണോ? ഞാനെന്താ ഒരു സ്വപ്ന സുരേഷ് ആവണോ? അതിന് നിങ്ങൾ വേറെ ആളെ നോക്കണം. മറ്റു വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെ തെറ്റായി ധരിച്ചതാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് നമ്മളുടെ അതെ ഡോക്ടർ, എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ അരുൺജി, ഇവിടെ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയമാണ്. താങ്കൾ അപ്പോൾ പറഞ്ഞത് രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത് ചർച്ച ചെയ്യുന്ന അതിനെനിക്ക് സൗകര്യമില്ല ഡോക്ടറെ. ഞാൻ പറയാനല്ലോ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഈ പൊട്ടന്മാര് പറയുന്ന പോലെ, ഈ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടാൻ ഉദ്ദേശിക്കണ്ട. എനിക്ക് പറയാൻ സൗകര്യമില്ല. രാഷ്ട്രീയം പറയൂ, ഇത്രയും പറയുന്ന 24 hours ഞാൻ റെഡിയാ. 24 മണിക്കൂർ നമുക്ക് ഇരിക്കാം. രാഷ്ട്രീയം പറയൂ. താങ്കളിൽ നിന്ന് വ്യക്തിപരമായ ഒരു കാര്യം എനിക്കറിയാനുണ്ട്. അതിതാണ്, വ്യക്തിപരമെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ ചോദ്യമാണ്. അതിതാണ്, 62 MLA-മാരുണ്ട് സി പി എമ്മിന് മാത്രം. ആ പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണല്ലോ മുഖ്യമന്ത്രി. താങ്കൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. എത്ര MLA-മാർക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുന്നുണ്ട്? രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു എന്നും താങ്കൾ പറയുന്നുണ്ട്. 62 MLA-മാരിൽ എത്ര പേർക്ക് മുഖ്യമന്ത്രിയെ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിമാർക്ക് കഴിയുന്നില്ല. പാർട്ടിയുടെ മറ്റു നേതാക്കൾക്ക് കഴിയുന്നില്ല. ഒരു പ്രമുഖ നേതാവ് അങ്ങയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേര് താങ്കൾ വെളിപ്പെടുത്താത്തതുകൊണ്ട് എനിക്കറിയില്ല, നമ്മളൊക്കെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇങ്ങനെ പാർട്ടിയെ അകറ്റി നിർത്താൻ മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനിക്കുന്നുണ്ടോ, അതോ താങ്കൾ ഈ അഭിമുഖത്തിൽ തന്നെ ഒരു സൂചന നൽകി മുഹമ്മദ് റിയാസിന് ഇക്കാര്യത്തിലൊരു റോളുണ്ട്, ഈ പറയുന്ന MLA-മാർക്ക്, പ്രതിനിധികൾക്ക്, പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുമായി ആക്സസ് ഉണ്ടാകാതിരിക്കാനുള്ളൊരു ബാരിക്കേഡ് സൃഷ്ടിക്കുന്നതിനകത്ത് മരുമകനും ശശിക്കും പങ്കുണ്ട് എന്ന സൂചനയും താങ്കൾ നൽകിയിട്ടുണ്ട്. എന്താണ് താങ്കളുടെ ഒരു അനുഭവം? അല്ല, എനിക്ക് ആക്സസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആവശ്യമില്ലാതെ അദ്ദേഹത്തെ പോകാറില്ല. ഞാൻ ഒരാളെടുത്ത് പോകാറില്ല. എൻ്റെ ഒരു രീതി അതാണ്. വളരെ നിർബന്ധമായും അദ്ദേഹത്തെ അറിയിക്കേണ്ട വിഷയമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒരാളുടെയും, ഒരു പാർട്ടി സെക്രട്ടറിയുടെയും വാതിലിന് പോയി ഞാൻ മുട്ടാറില്ല. ഞാൻ നേരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളുണ്ട്. അവരെ വിളിച്ച് പറയും, എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, CM-നെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് പെർമിഷൻ കിട്ടാറുണ്ട്. ഞാൻ ആ കാര്യം പോയി പറയാറുണ്ട്. അത് ഞാനുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനറലി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട വിഷയങ്ങളോ ആയിരിക്കും. അതിലപ്പുറം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന MLA-മാരെയൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഇവരെത്ര പ്രാവശ്യം CM-നെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കൂ. നിങ്ങൾ ഒന്ന് ചോദിക്കൂ. ഉണ്ടാവില്ല. പാർട്ടി ലീഡേഴ്സ് അവിടെ വന്നാൽ
അവരൊക്കെ അസംതൃപ്തരായി ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് മനപ്രയാസപ്പെട്ടിട്ടാണ് തിരിച്ചു പോരുന്നത്. അവരെയൊക്കെ ഉദ്ദേശം അവിടെ വരുമ്പോൾ മുഖ്യമന്ത്രി CM ഒന്ന് കാണണം. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ നോക്കിക്കോളാം, ഇങ്ങോട്ട് CM തിരക്കില്ല. ഇതായിരുന്നു ശശിയുടെ രീതി. അവിടെ MP ജയരാജ് ഇതിൻ്റെ നല്ല സഖാവ് അദ്ദേഹം എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, ഒരു 10 മിനിറ്റ് പുറത്തിരിക്കുക, CM ഒന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇതായിരുന്നു പാർട്ടി ലീഡേഴ്സിനോട് പറഞ്ഞിരുന്നത്, MLA-മാരോട് പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ എല്ലാ കാര്യവും റിയാസ് പോയി പറഞ്ഞാൽ മതിയോ, ശശി പറഞ്ഞാൽ മതിയോ? ഇത് അങ്ങനെയാണോ ഇതിന്റെ സിസ്റ്റം? അല്ലല്ല, അങ്ങനെയല്ല വേണ്ടത്. PV അൻവർ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ്. കാരണം താങ്കൾക്ക് മാത്രമല്ല ഒരാൾക്ക് പോലും ആക്സസിബിൾ അല്ല മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ അക്കാര്യം എന്തുകൊണ്ടാണ് മറ്റാരും തുറന്നു പറയാത്തത്? അവരെയും പേടിപ്പിച്ച് അവരുടെ നാവിന് പൂട്ടിട്ടിരിക്കുകയാണോ ശ്രീ PV അൻവർ? അതാണല്ലോ ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്. ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഞാൻ ഈ പറയുന്ന എല്ലാവരും കേൾക്കുന്നില്ലേ? ഇതിലല്ല വല്ല വസ്തുതാ വിരുദ്ധതയും ഈ കാര്യത്തിലുണ്ടോ? ഒരാൾക്കും അവിടെ ആക്സസ് ഇല്ല. CM-ന്റെ കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തേണ്ട കാര്യം. എത്തിക്കേണ്ടവരത് എത്തിക്കുന്നതിന് അവിടെ ബാരിക്കേഡ് സൃഷ്ടിക്കുക ഞാൻ തുടക്കം മുതൽ പറയുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല. CM-ന്റെ കുഴപ്പമില്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ അതാണ് പറഞ്ഞത്. CM എന്ന് പറയുന്നത് നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവല്ലേ? CM-ന് എന്താന്നേ വേറെ പണി? ഈ സംസ്ഥാനത്തെ നിങ്ങളുടെ മാത്രമല്ലല്ലോ, ഏത് MLA-ക്കും ഏത് ജനപ്രതിനിധിക്കും CM-നെ കാണാൻ കഴിയണം. അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അവരെ കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുക. അവിടെ ഈ പറയുന്ന മുഹമ്മദ് റിയാസിനും ശശിയെയും ഒരു ബാരിക്കേഡ് തീർത്തു വെച്ചിരിക്കുന്നു. CM അവിടെ ഇങ്ങനെ വളരെ നിഷ്കളങ്കനായിരിക്കുന്നു. തന്നെ ആരും കാണാൻ വരുന്നില്ല എന്ന് വിചാരിച്ച് തൻ്റെ ഓഫീസ് മുറിയിലിരിക്കുന്ന ഒരാളാണോ CM? അതായത് CM-നെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കാണാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ കഴിയുക ഒരു പൊതുസമ്മേളനത്തിലാണ്, അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇദ്ദേഹത്തെ ഈ നിയമസഭയിൽ കാണുന്നു, പൊതുസമ്മേളനത്തിൽ കാണുന്നു. അതാണോ ഈ സ്ഥിതി ഇപ്പോൾ ഇവിടുത്തെ MLA-മാരുടെ? അല്ല, അതാണ് സ്ഥിതി. ആ സ്ഥിതിയാണ് ഇവിടെ എത്തിച്ചത്. ഞാൻ ഈ ഇരുന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഈ വിഷയം മുഴുവൻ വിളിച്ച് പറയേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടിയെ എത്തിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. ഇതൊക്കെ ഇടപെടേണ്ടത് പാർട്ടിയായിരുന്നു. പാർട്ടി ആ നിലപാടെടുക്കേണ്ട സമയത്ത് ആ പാർട്ടി ആ നിലപാടെടുത്തില്ല. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം.